അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും വിശുദ്ധ ഖുർആനും ഒരടിമയ്ക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുന്നതാണ്. ഈ റമളാൻ മാസവും ഈ വിശുദ്ധ ഖുർആനും നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുന്നതിന് അർഹമായ നിലയിൽ വിശുദ്ധ ഖുർആനെ നാം പാരായണം ചെയ്യുകയും വിശുദ്ധ ഖുർആൻ നാം പഠിക്കുകയും ആ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള യോഗ്യത ആർജിക്കുന്ന തരത്തിൽ ഈ വിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള എല്ലാ ഇബാദത്തുകളും നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശകമായി, സത്യാസത്യ വിവേചകമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. റമളാൻ എന്ന വാക്കിന് കരിക്കുന്നത് എന്ന അർത്ഥമുണ്ട്, അതുപോലെ വാടിത്തളരുന്നത് എന്ന അർത്ഥമുണ്ട്. അതായത് ഖുർആൻ ആവശ്യപ്പെടുന്ന, ഖുർആൻ നമ്മിലുണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നതല്ലാത്ത എല്ലാ തിന്മകളും വാടിക്കരിയേണ്ട, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നടപ്പിലാക്കുന്ന രംഗത്ത് നമ്മൾ അക്ഷീണം യത്നിച്ച് നമ്മൾ തളരുക, ആ തളർച്ചയല്ലാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവനെ ബാധിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനുള്ളത് മാത്രമല്ല, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൽ ലിയദ്ദബ്ബറു ആയാത്തിഹി. അനുഗ്രഹീതമായി വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചിരിക്കുന്നു, അതിലെ സൂക്തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകൾ ആലോചിച്ച് പഠിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുകയും ഓരോ സൂക്തവും ആലോചിച്ച് വിചിന്തനം നടത്തി, പരിചിന്തനം നടത്തി, വിശകലനം ചെയ്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഖുർആൻ നടപ്പിലാക്കാനുള്ളതാണ് ലോകത്ത്. അത് വളരെ ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആവശ്യപ്പെടുന്നതാണ് എന്നുള്ള ബോധ്യവും കൂടി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ, നമ്മുടെ ഹയവാനിയായ ജന്തു സഹജമായ നമ്മുടെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും പിന്നാലെയാണ് നാം പായുന്നത് എങ്കിൽ ഖുർആൻ നടപ്പിലാക്കുന്നതിനുള്ള അർഹത, യോഗ്യത നമുക്ക് ആർജിതമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ നടപ്പിലാക്കാൻ കഴിയുക ശക്തരായ, ധാർമ്മികതയുള്ള, നൈതികതയുള്ള ആളുകൾക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു വ തമന്ന അലല്ലാഹ്. ശക്തൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം മനസ്സിനെ കീഴ്പ്പെടുത്തുകയും മരണശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ തൻ്റെ ശാരീരിക ഇച്ഛകളുടെ പിന്നാലെ, തൻ്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും പിന്നാലെ പോവുകയും അള്ളാഹു കാത്തുകൊള്ളും എന്ന് ആശ്വാസം കൊള്ളുകയും ചെയ്യുന്നവനാണ്, ആശ അർപ്പിക്കുകയും ചെയ്യുന്നവനാണ് അശക്തൻ, ദുർബലൻ. അപ്പോൾ ഖുർആൻ ആവശ്യപ്പെടുന്ന ആ ശക്തി, അതായത് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, സാമൂഹികമായ സാമ്പത്തികമായ അധ്യാപനങ്ങൾ, ധാർമ്മികമായ നീതിയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ശക്തിയും ദൃഢതയും മനക്കരുത്തും ഇച്ഛാശക്തിയും നമ്മിലുണ്ടാകുന്ന തരത്തിൽ വേണം നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ.
അപ്പോൾ പരിശുദ്ധ റമദാനിലൂടെ സംഭവിക്കുന്നത് ഖുർആനിലെ അധ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഒരു ജനതതിയെ, ഒരു ജനവിഭാഗത്തെ ഇവിടെ രൂപപ്പെടുത്തുക, അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഈ തരത്തിലുള്ള ഒരു വ്രതാനുഷ്ഠാനമാണോ ഞാൻ നടത്തുന്നത് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടും ഇഹ്തിസാബോടും കൂടി ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞതിൽ ഇഹ്തിസാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഗുണങ്ങൾ നേടുന്ന തരത്തിലാണോ, എന്നിലുണ്ടായിത്തീരുന്ന തരത്തിൽ തന്നെയാണോ ഞാൻ ഈ വ്രതമനുഷ്ഠിക്കുന്നത്, ഈ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന സ്വയം വിമർശനത്തോടുകൂടി ആത്മപരിശോധനയോടുകൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ നോമ്പ് സാർത്ഥകമാവുകയുള്ളൂ. നോമ്പ് എന്ന് പറഞ്ഞാൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അള്ളാഹു വെറുക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഉപേക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടുന്ന തരത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എല്ലാത്തിനെയും നമ്മൾ നമ്മിലേക്ക് സ്വാംശീകരിക്കുകയും അള്ളാഹു വെറുക്കുന്ന എല്ലാത്തിനെയും നമ്മൾ വർജിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുന്നതിന് ഈ നോമ്പ് സഹായകമാകുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ ആചരിക്കുന്നത് സാർത്ഥകമായി തീരുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇമാമാണ്, നമ്മുടെ മാർഗദർശിയാണ്. അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാം, എൻ്റെ മാർഗദർശകൻ, എൻ്റെ നേതാവ് എന്നാണ് നമ്മൾ നാളെ പരലോകത്ത് അല്ല ഖബറിൽ ചോദ്യമുണ്ടാകുമ്പോൾ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മൾ പറയേണ്ടി വരുന്നത് അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാമ് എന്നാണ്. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ, ആ പ്രസ്താവം സത്യമായി തീരണമെങ്കിൽ ഖുർആനിനെ മാർഗദർശിയായി, നേതാവായി, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി കാണുന്ന തരത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. മുസ്ലിങ്ങൾ ഒട്ടേറെ പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വെല്ലുവിളികളെ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഖുർആൻ എന്ന് പറയുന്ന ശക്തിയുടെ സ്രോതസ്സിൽ നിന്ന് ശക്തിയും ഊർജവും വലിച്ചെടുത്തുകൊണ്ട് ആ പ്രതിസന്ധികളെ, വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നമ്മൾ പ്രാപ്തരാകാൻ ഈ വ്രതാനുഷ്ഠാനവും ഖുർആൻ പാരായണവും നമുക്ക് സഹായകമാകുന്നുണ്ടോ എന്ന് അനുനിമിഷം നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളിലെ ജന്തുസഹജമായ ഹയവാനിയായ ആ ഗുണങ്ങളെ വ്രതാനുഷ്ഠാനത്തിൻ്റെ തീവ്രതയിൽ നിഗ്രഹിച്ചുകൊണ്ട് മലക്കാനിയായ, മാലാഹ സഹജമായ ആ ഒരു ഉയർന്ന ധാർമ്മിക വിധാനത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോഴാണ് ഈ നോമ്പിലൂടെ നമ്മൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുവാൻ വേണ്ടി എന്ന നോമ്പിൻ്റെ ലക്ഷ്യമായി അള്ളാഹു പ്രഖ്യാപിച്ച ആ ലക്ഷ്യം നമ്മിൽ സാക്ഷാത്കരിക്കപ്പെട്ട, നമ്മിൽ ഉണ്ടായിത്തീർന്ന ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയരുന്നത്. ആ നിലയിൽ വിശുദ്ധ ഖുർആനിനെയും റമളാൻ മാസത്തെയും ഉൾക്കൊള്ളുന്ന, അതിൻ്റെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.